നമസ്കാരം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഒരു വീട്ടിൽ നിന്നും ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മണ്ണിൽ പുതഞ്ഞ നിലയിലായിരുന്നു ഈ മൃതദേഹം കാണപ്പെട്ടതെന്ന് പ്രദേശവാസി പറയുന്നു. എത്ര പേർ ഇവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതിനെക്കുറിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. അതിനിടയിൽ വീണ്ടും ഈ പ്രദേശത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായതായാണ് റിപ്പോർട്ട്. വെള്ളാർമര സ്കൂളിന്റെ തകർച്ച ഉരുൾപൊട്ടലിന്റെ തീവ്രത നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇവിടെയും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഉരുൾപൊട്ടലിന്റെ പ്രവാഹ കേന്ദ്രം സ്കൂളിനും 300 മീറ്റർ മുകളിലാണ്. പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ ഒരു പാലവും ഒരു റോഡും അടക്കം ഒലിച്ചുപോയ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെ ഇത് അക്ഷരാർത്ഥത്തിൽ വലച്ചു എന്ന് തന്നെ പറയാം. വാഹനങ്ങൾ കടന്നു പോകുന്നില്ല എന്ന് മാത്രമല്ല, JCB അടക്കം കൊണ്ടുപോകുന്നത് വളരെയധികം ദുർഘടം പിടിച്ച അവസ്ഥയിലാണുള്ളത്. റോഡിലേക്ക് മണ്ണും മരങ്ങളും വീണ് ഒന്നും തന്നെ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. മിക്ക വീടുകളും പൂർണ്ണമായും തകർന്നു. തന്നെയുമല്ല, ഒരു വീടിന്റെ ആദ്യത്തെ നില മുഴുവനായും ചെളിയിൽ പുതഞ്ഞു പോയി എന്നുള്ള വിവരങ്ങൾ അറിയുവാൻ കഴിയുന്നു. അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രക്ഷാപ്രവർത്തകർ തിരയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകർ 100-ലധികം ആളുകൾ മണ്ണിനടിയിലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അത്രയ്ക്ക് ഭീകരമായ രീതിയിലുള്ള മണ്ണിടിച്ചിൽ തന്നെയാണ് ഉണ്ടായത്. ചൂരൽമല പ്രദേശത്തെ ഒരു ചെറിയ കുന്നുൾപ്പെടെ ഇടിഞ്ഞ് ഇവിടെയുള്ള ടൗണിലേക്കും ചൂരൽമലയിലെ മറ്റ് പ്രദേശങ്ങളായ അട്ടമലയിലേക്കും അതിന്റെ സമീപ സ്ഥലങ്ങളിലേക്കുമൊക്കെ വീണിട്ടുണ്ട്. അതുപോലെ നിരവധി വീടുകളും കടകളും വാഹനങ്ങളും അടക്കം തകർന്നു. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയുവാൻ ഇനിയും മണിക്കൂറുകൾ വേണ്ടിവരും. മഴയും മറ്റു മഴക്കെടുതികളുമൊക്കെ ആയതിനാൽ പല കുടുംബങ്ങളിലും ആരും തന്നെ പുറത്തിറങ്ങുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദുരന്തം സംഭവിക്കുമ്പോൾ മിക്ക കുടുംബങ്ങളിലും ആളുകളുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യമായതിനാൽ കുടുങ്ങിക്കിടക്കുന്നവർ 1000-ൽ പരം എന്ന് കണക്കുകൾ പറയുമെങ്കിലും എത്ര പേരെന്ന് കൃത്യമായി പറയുവാൻ ആവില്ല എന്നുള്ളതാണ് സത്യം. ഇവിടേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായത് ദുരന്തമുഖത്ത് കഴിയുന്നവർക്ക് ഫോണിൽ ബന്ധപ്പെടാനുള്ള സാധ്യതകൾക്ക് തടസ്സമായിട്ടുണ്ട്. ഒരു വീട്ടമ്മ ഇതിനിടയിൽ സഹായം തേടി ഒരു മാധ്യമത്തെ വിളിച്ചതായും അറിയുവാൻ കഴിഞ്ഞു. പുലരുമ്പോൾ തന്നെ സ്ത്രീകളടക്കമുള്ള പലരുടെയും നിലവിളിയോടെയാണ് ഈ പ്രദേശം ഉണർന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 50-നോട് അടുക്കുന്നു എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിൽ ദുരന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ലഭിക്കും.